ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കൊരു ഫിഷ് കറി റെഡിയാക്കാം. അതായത് ഫിഷ് കറി എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാൽ ഫിഷ് ഇല്ലാത്ത അടിപൊളി ടേസ്റ്റിൽ ഫിഷ് കറി എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലത്തെ ഒരു ഫിഷ് കറിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇപ്പോൾ ഇന്ന് ഫിഷ് വാങ്ങിക്കാത്ത ദിവസമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഫിഷ് കഴിക്കാത്തവർക്ക് പോലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. എന്താണ് ഇവിടെ നമ്മൾ ഫിഷിന് പകരം യൂസ് ചെയ്യുന്നതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അമ്മ, ഇന്ന് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഓക്കെ, മീനിന്റെ അതേ ടേസ്റ്റോട് കൂടി അല്ലേ. ഇപ്പൊ മീൻ വാങ്ങാത്ത ദിവസമൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമ്മളിവിടെ ചട്ടിയാണ് എടുത്തേക്കുന്നത്. ചട്ടിയിലായിരിക്കും എപ്പോഴും നല്ലത്. കടുകിടണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഉലുവയാണല്ലേ. കടുകൊന്ന് പൊട്ടിക്കോട്ടെ, ടൈം കൊടുക്കാം. കടുകിട്ട് ഉലുവ ഇട്ടു. നെക്സ്റ്റ് ഇത് ഒന്ന് പൊട്ടിയാലിടാൻ ഇഞ്ചിയും വെളുത്തുള്ളി കൂടെ അരിഞ്ഞിടുക, പകലൊന്ന് ചതച്ചിടുക ചെയ്യും. ഇഞ്ചിയും വെളുത്തുള്ളിയാ? എത്ര ഇഞ്ചി? മീഡിയം 10 വെളുത്തുള്ളി, അല്പം ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളി. 10 അല്ലി 7 അല്ലി ആണെങ്കിലും കുഴപ്പമില്ല. 10 അല്ലി നല്ലത്. അരിഞ്ഞിടുകയോ ഒന്ന് ചതച്ചിടുകയോ അല്ലെങ്കിൽ അരിഞ്ഞിടുകയോ ചെയ്യാം അല്ലേ. ഇതൊന്ന് മൂക്കട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂക്കണം. ചെറിയ ഉള്ളി അരിഞ്ഞ് മുഴുവനെ വേണമെങ്കിൽ മുഴുവനെ ഇടാം, അല്ലെങ്കിൽ അരിഞ്ഞ് ഇതുപോലെ. എത്ര എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി? കുറച്ചെടുത്തു. ഒരു കൈപ്പിടി ചെറിയ ഉള്ളി അരിഞ്ഞ് ഇങ്ങനെ അതിലേക്ക് മൂപ്പിച്ചു കൊടുക്കണം. ഇത് നമ്മൾ നോർമൽ മറ്റേ മുളകിട്ട മീൻകറി ഉണ്ടാക്കും പോലെയാണ്. അതിൻ്റെ ഒരു ഇതാണ്. നമ്മൾക്ക് വഴന്ന് നല്ല ചുമന്ന് വരണം. ഇനി എന്താണ്? ഈ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എരിവിനനുസരിച്ച് മുളക് പൊടി. അവരവരുടെ എരിവിനനുസരിച്ച് മുളക്. ഓക്കെ, നമുക്കിവിടെ എല്ലാവർക്കും എരിവ് ഇഷ്ടമായതുകൊണ്ട് അത്യാവശ്യം ഇടുന്നുണ്ടല്ലേ. ഒരു 3-4 സ്പൂൺ ഇട്ടു. എൻ്റെ കൂടെ 1/2 സ്പൂൺ മല്ലിപ്പൊടി. 1/2 സ്പൂൺ മല്ലിപ്പൊടി ആണ് ഞാൻ 1/2 സ്പൂൺ എന്ന് ഉദ്ദേശിച്ചത്. ഇതാണ്. ഓക്കെ, അതില് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി നമ്മുടെ ഇതനുസരിച്ച് 4 സ്പൂൺ ഇട്ടു. 3-4 ഇട്ടു നമ്മളിവിടെ. അതിനുശേഷം 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. എല്ലാം കൂടെ ഒന്ന് വഴറ്റാം. ആ ഒരു സ്മെല്ല് പോകും അല്ലേ. ഒരു കുത്ത് ഉണ്ടല്ലോ. വഴറ്റണം. ഇനി എന്താണ്? നല്ല വഴറ്റിയതിന് ശേഷം അതെന്താണ് കാണിക്കുമ്പോൾ ടൊമാറ്റോ വേണമെങ്കിൽ അരിഞ്ഞിട്ട് വശക്കുകയോ, അല്ലെങ്കിൽ ഞാൻ 2 ടൊമാറ്റോ എടുത്ത് മിക്സിയിലിട്ട് അടിച്ച് അത് നല്ല തിക്നെസ് കിട്ടാനായിട്ട് ഗ്രേവി നല്ല തിക്കാവും. ഓക്കെ, അപ്പം 2 ടൊമാറ്റോയുടെ ഇതാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇതിലോട്ട് ഉപ്പ് അത്യാവശ്യം ഉപ്പിടുക അല്ലേ. ഇതൊന്ന് അല്പം തിളച്ചിട്ട്
ഇനി നമുക്കിത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം അല്പം നമ്മൾ പുളി ഇതാക്കും പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഈ പുളി അല്പം ഒഴിച്ചു കൊടുക്കണം. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പിട്ടു. എന്താണ് ഇത് അല്പം തിളച്ചതിന് ശേഷം ഈ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിക്കുക. ഗ്രേവി വേണ്ടേ? നമ്മുടെ കണക്കിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് തിളക്കാൻ വേണം. അടച്ചു വെക്കാം അല്ലേ? അടച്ചു വെക്കാം. നമ്മുടെ ആ ഗ്രേവി നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തതാണ് നമ്മുടെ ഇന്നത്തെ താരം ആരാണെന്ന് പറയാം. അപ്പൊ അതാ നമ്മള് മീനിന് പകരം ഇടാൻ പോകുന്നത് കായാണ്. എനിക്കിപ്പോ ഇവിടെ ഒരു കായ ഉണ്ടായിരുന്നുള്ളൂ, അതിന് ഞാൻ ഇടയാണ്. 2 കാ വേണം. അപ്പൊ ഇതാണ് കേട്ടോ, നമ്മള് ജസ്റ്റ് ഫിഷ് കട്ട് ചെയ്യുന്ന പോലെ ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫിഷ് ഇടും പോലെ കായാണ് ഇടുന്നത്. കണ്ടാ പറയത്തില്ലല്ലോ ഫിഷ് അല്ല എന്ന്. കണ്ട ഇടുമ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്ന. കണ്ട അതായത് നമ്മുടെ ഈ ഫിഷ് കറിയിലെ ഫിഷായ കായ ഇട്ടിട്ടുണ്ട്. എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാ ഓക്കെ, ഒരല്പം കൂടെ ഇടാം. എല്ലാരും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റിലൂടെ ഇടുക. ഓക്കെ, അല്ല എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ അല്ലേ? അടച്ചു വെക്കാം. വേകണം. ഈ കാ വേകണം. നമ്മളത് ഫിഷിന് പകരം കാ ഇട്ടു. ഓക്കെ, നമുക്കിനി അത് വേകാനുള്ള ടൈം കൊടുക്കാം. അല്പം കറിവേപ്പില. കുറച്ചുകൂടെ വറ്റണ്ടേ? പറ്റണം, ശകലം കൂടെ വേണം. നമുക്ക് ഗ്രേവി വേണ്ടേ? അല്പം വെളിച്ചെണ്ണ. മീൻകറി റെഡി ആയല്ലേ? ഇനി കളർ പറഞ്ഞു കാശ്മീരി ഇടാണെങ്കിൽ നല്ല കളർ കിട്ടും. നമ്മുടെ മീൻകറി, അതായത് ഫിഷ് ഇല്ലാത്ത മീൻകറി ഇതാ റെഡി ആയിട്ടുണ്ട്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആണല്ലേ? ചോറിന്റെ കൂടെ നല്ലതായിരിക്കും. സാധാരണ പുളി ഉപയോഗിച്ചില്ലേ, അതിന് പകരം കുടംപുളി ഇടാം. ഇതിപ്പോ 2-3 കുടംപുളി ഇട്ടാ. ഇത് സാധാരണ നമ്മളെ പുളി പിഴിഞ്ഞാണ് ഇതിൽ ഒഴിച്ചത്. ഇതിൽ വേണമെങ്കിൽ ചിലർ ഇത് വേറെ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. വേറെ രീതിയിൽ ഉണ്ടാക്കാം. തേങ്ങ അരച്ച് മീൻകറി വെക്കാം. ടൊമാറ്റോ, മീൻ വയ്ക്കാം, പച്ചമുളക് എല്ലാം കൊണ്ട് തേങ്ങ അരച്ച് മീൻകറി വെക്കാം. മീനില്ലാതെ മീൻകറി വെക്കാം. ഇങ്ങനെയും വെക്കാം. തേങ്ങ അരയ്ക്കാത്ത മുളക് കറി പോലത്തെ ഒരു മീൻകറി. പക്ഷെ ഇത് കളർ വരണമെങ്കിൽ കുറെ കൂടെ കാശ്മീരി ചില്ലിയുടെ ആണെങ്കിൽ ഇട്ടാലും മതി. നല്ല കളർ വരും. ഇതിന് നല്ല എരിവുണ്ട്. നമ്മളിത് എരിവുള്ള മുളകാണ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ 2 മുളക് മിക്സ് ചെയ്തിട്ടാലും മതി അല്ലേ കളർ വരാൻ? അങ്ങനെ ഇട്ടാലും മതി. എരിവുള്ള മുളക് പൊടി 2 സ്പൂൺ. പിന്നെ നമ്മളിവിടെ എന്തായാലും പൗഡറാണ് ഇട്ടേക്കണത്. നമ്മളെന്തായാലും അത് ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ കളർ ഇച്ചിരി കുറവാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അല്ലേ അമ്മ? കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ.